ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാമ്പുവിനെ ബെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ചിരട്ട, ഇത് ബാമ്പു, ഇത് വുഡിന്റെ ഒരു പീസ്. ഇത് എന്നേക്കാൾ ഹൈറ്റ് ഉള്ള ഒരു ലൈറ്റ് ഷെയ്ഡ് ആണ്, അതും സിംഗിൾ പീസ്. ഇത് നമ്മൾ വാൾ ഡെക്കോർ ആയിട്ട് യൂസ് ചെയ്യുന്ന വലിയ മുളയുടെ പീസിനെയാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കുഞ്ഞ് റാഡാക്കി മാറ്റിയിട്ടുള്ളത്. ബോട്ടിൽ കട്ട് ചെയ്ത ഷേപ്പിലേക്ക് ചെയ്തെടുത്ത ലാമ്പ് ഷെയ്ഡാണിത്. സാധാരണ രീതി ചീന്തി എടുത്ത് അങ്ങനത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ പെടം ചീത്തായി പോകും. ഇതിപ്പോൾ കാണുന്ന പോലെയല്ല, ഞാൻ എടുത്തപ്പോഴേ വളരെ ലൈറ്റ് വെയിറ്റ് ആയിരുന്നു സാധനം. നോർമലി വീഡിയോ പ്ലേ ചെയ്യുന്ന സൗണ്ടാണിത്. ഇത് വലിയൊരു മുളനെ നമ്മൾ ഇതുപോലെ സ്ലൈസ് ചെയ്ത് സ്ട്രൈറ്റ് ആക്കി മാറ്റിയിട്ടുള്ളതാണ്. നമ്മൾ കുട്ടികളൊക്കെ കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുഞ്ഞ് കളിപ്പാട്ടമില്ലേ, അതുപോലത്തെ സാധനങ്ങളും ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതിന്റെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് നമുക്ക് ലൈറ്റ് ഇട്ടിട്ട് ഇതിന്റെ ഒരു ഔട്ട്പുട്ടും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. ലേസറാണ്, ലേസർ എൻഗ്രേവ് ചെയ്യാൻ പറ്റും. കിളിക്കൂട് പോലെ ഇരിക്കുന്ന ഒരു ലൈറ്റ് ഷെയ്ഡാണിത്. ഇത് ബൗളിന്റെ ഷേപ്പിലുള്ള ഒരു ലൈറ്റ് ഷെയ്ഡും. നിങ്ങളുടെ എത്ര പേരുടെ വീട്ടിൽ ഇതുപോലത്തെ ലൈറ്റ് ഷെയ്ഡുകളുണ്ട്? ഇപ്പൊ തന്നെ സാറിന് കമന്റ് ചെയ്യണേ. ഇതുപോലുള്ള ലൈറ്റ് ഷെയ്ഡുകളൊക്കെ ഇട്ടാൽ ആ ഒരു ആംബിയൻസ് തന്നെ നല്ല രീതിയിൽ മാറ്റം വരും. ഇതുപോലുള്ള മുള ഉപയോഗിച്ച് ഇങ്ങനെയുള്ള ലൈറ്റ് ഷെയ്ഡ് ഉണ്ടാക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ഗ്രീൻ മാംഗോ എന്റർടൈൻമെന്റ് യൂട്യൂബ് ചാനലിലുണ്ട്. ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന പ്ലേ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഇതിന്റെ ഫുൾ വീഡിയോ കാണാം.